ഫിലിപ്പി 3:8. ഫിലിപ്പി 3:8. എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. ക്രിസ്തുവിനെ നേടാൻ വേണ്ടി പല കാര്യങ്ങളും പല മനുഷ്യരും പല രീതിയിൽ നമ്മളോട് പെരുമാറിയതും, അതുപോലെ തന്നെ നമ്മളെ അപമാനിച്ചതും, നമ്മളെ കൊച്ചാക്കിയതും, നമ്മളെ അവോയ്ഡ് ചെയ്തതും, നമ്മളെ പരിഗണിക്കാതിരുന്നതും, ഈ സംഭവങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയണം. അതാണ് ഈ നോൻപ് കാലത്തിൻ്റെ പ്രത്യേകത. എന്തിനു വേണ്ടിയാണ്? ഒന്നിനു വായിച്ചത് ഫിലിപ്പി 3:8. ഫിലിപ്പി 3:8. എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. അപ്പൊ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ സകലതും വേസ്റ്റായിട്ട് കരുതണം. വിശുദ്ധിയിലേക്ക് വരണമെങ്കിൽ കുറേ വേസ്റ്റ് എടുത്ത് പുറത്ത് കളയണം. നിങ്ങൾ വീട്ടിലും അങ്ങനെയല്ലേ? വീട് വൃത്തിയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം വേസ്റ്റ് മാനേജ് ചെയ്യണം. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? വേസ്റ്റ് മാനേജ്മെൻറ്റാണ്. വേസ്റ്റ് അതിൻ്റെ ഉറവിടങ്ങളിൽ തന്നെ നശിപ്പിക്കാൻ പറയും. അല്ലാതെ മറ്റുള്ളവരുടെ വീട്ടിൽ കൊണ്ടിടരുതെന്ന്. വേസ്റ്റ് അതിൻ്റെ ഉറവിടങ്ങളിൽ തന്നെ നശിപ്പിക്കാൻ പറയും. ഇതുപോലെ തന്നെയാണ് റൈറ്റ് ഓഫ് ചെയ്ത് കളയണം പല കാര്യങ്ങൾ. വൈരാഗ്യം, വിദ്വേഷം, അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് മനസ്സിന് വേദന ഉണ്ടാക്കുന്ന കുറേ നമ്മൾ അവോയ്ഡ് ചെയ്തു, ഒഴിവാക്കി, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ സംഭവം, വെറുപ്പ് വൈരാഗ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സംഭവം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഞാൻ റൈറ്റ് ഓഫ് ചെയ്യുന്നില്ല, കുപ്പയായി കരുതണമെന്ന്. അപ്പം ഇത് ഇവിടുത്തെ അക്രൈസ്തവ സഹോദരങ്ങൾ ഇതിൻ്റെ അകത്ത് കുറേ അധികം ഇരിപ്പുണ്ട്. ഈ ഞായറാഴ്ചകളിൽ അങ്ങനെ വരും, കുറേ അക്രൈസ്തവ സഹോദരങ്ങൾ വരും. അപ്പം നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഉടമ്പടി ചെയ്ത് ജീവിക്കുമ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ ഈ വിശുദ്ധിയുടെ ഭാഗങ്ങളെ കൃത്യമായിട്ട് പാലിക്കണം. വൈരാഗ്യം, വിദ്വേഷം, ചതി, മുൻകോപം, കലഹം, ഭിന്നത, ഇങ്ങനെയുള്ള എല്ലാം വേസ്റ്റായിട്ട് കരുതണം. വേസ്റ്റായിട്ട് ഇനി അത് ആ അക്കൗണ്ട് നമ്മളിനി ഓപ്പൺ ചെയ്യരുത്, ക്ലോസ് ചെയ്തേക്കണം. അത് ക്ലോസ് ചെയ്യണം. അങ്ങനെ ക്ലോസ് ചെയ്യുമ്പോൾ എന്തിനാണ് ഉദ്ദേശിക്കണത്? ക്രിസ്തുവിൻ്റെ ചൈതന്യത്തെ ആവഹിക്കുകയാണ്. കാര്യം ഉടമ്പടിയാണ് കത്തണം എന്നുണ്ടെങ്കിൽ അത് ക്രിസ്തു ചൈതന്യത്തിലേ കത്തത്തുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഈ വിഷയം ചെയ്യണത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് അധിക കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാരമില്ലായി സത്സംഗങ്ങൾ മാറിപ്പോകും ഈ വേദന പാടുക. സാരമില്ലായി സത്സംഗങ്ങൾ മാറിപ്പോകും ഈ വേദനകൾ
പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും, നമ്മൾ ബന്ധുക്കള്, സ്വന്തപ്പെട്ടവർ, അതുപോലെ തന്നെ നമ്മൾക്ക് ആശ്വാസവും അവലംബവും തരുന്നവർ നമ്മൾ ഒത്തിരി പേരുണ്ട്. അവരൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണമെന്നല്ല എൻ്റെ അർത്ഥം. അവർക്ക് ദൈവത്തിൻ്റെ പ്രാധാന്യം കൊടുക്കരുത്. ഉടമ്പടി ഒരു നിലപാടാണ്. കാര്യം നമ്മൾ ദൈവവുമായിട്ട് ഉടമ്പടിയിലുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനം വേറെ ആർക്കും വരരുത്. ഇനി നിങ്ങളുടെ ആങ്ങളെയാണ്, അല്ലെങ്കിൽ അനിയത്തിയാണ്, അല്ലെങ്കിൽ അമ്മയാണ്, അല്ലെങ്കിൽ മകളാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പ്രാധാന്യം കൊടുത്താലും നിങ്ങൾക്ക് നല്ലൊരു തട്ടുകേട് വന്നു കഴിഞ്ഞാൽ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ജോബിൻ്റെ അടുത്ത് ആൾക്കാരെ വരാൻ നോക്കിക്കേ. ജോബിൻ്റെ അടുത്ത് 16:2 ജോബ് 16:2 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ജോബ് 16:2. ജോബ് 16:2. ഇതൊക്കെ മുൻപും ഞാൻ കേട്ടിട്ടുണ്ട്. ആശ്വാസം കൊണ്ട് ജോബിൻ്റെ ശരീരമൊക്കെ ഇങ്ങനെ പറഞ്ഞു കീറി പഴുത്ത്, അപ്പോൾ ഓരോരുത്തരും ആശ്വാസം കൊണ്ട് വരികയാണ്. അപ്പോൾ ജോബ് പറയണ വാക്കാണ് എന്താണ്? ഈ ആശ്വാസത്തിൻ്റെ പരിപാടിയൊക്കെ ഇതൊക്കെ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ നൽകുന്ന ആശ്വാസം ദയനീയമാണ്. ഗതികേടാണെന്ന്. അതായത് നമുക്ക് ചുറ്റും നൽകുന്നവർ നിങ്ങൾ ഇതൊക്കെ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ നൽകുന്ന ആശ്വാസം ഗതികേടാണെന്ന് പച്ചക്കും ബൈബിൾ പറയണതാണ്. ലോകത്തുള്ള എന്ത് ആശ്വാസം എന്ന് പറഞ്ഞാലും അവസാനം ഗതികേടായിരിക്കും. അത് മനഃശാസ്ത്രമായാലും ശരി, കൗൺസിലിംഗ് ആയാലും ശരി, ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആരെല്ലാം ലോകത്തിന് ആശ്വാസം പറഞ്ഞാലും നമുക്ക് ക്രിസ്തുവിൻ്റെ കൂടെ സഹിക്കാൻ തന്നെ എന്ത് ധൈര്യമാണ്. എന്താ കാര്യം? ഇപ്പം നമുക്ക് സഹിക്കേണ്ടി പറഞ്ഞു വിചാരിച്ചോ? അപ്പോൾ നമുക്ക് ആവശ്യമല്ല. എന്താ കാര്യം? നമ്മൾ ക്രൂശിതനായ കർത്താവിൻ്റെ കൂടെയാണ് നമ്മൾ സഹിക്കുന്നത്. അവൻ്റെ കൂടെ സഹിക്കുമ്പോഴേ എൻ്റെ ജീവിക്കണം എങ്ങനെ? കർത്താവിൻ്റെ കൂടെ സഹിച്ചവർ കർത്താവിൻ്റെ കൂടെ നേടും. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 സ്തുതി യേശുവേ ആരാധന. കണ്ണുനീരെല്ലാം യേശു മാറ്റിയിടുവേ. കരയുന്നത് കർത്തനുണ്ട്. കണ്ണുനീരെല്ലാം യേശു മാറ്റിയിടുവേ. സങ്കടങ്ങളെല്ലാം പരിഹാരം പ്രാർത്ഥന കേൾക്കുന്ന യേശു. സങ്കടങ്ങളെല്ലാം പരിഹാരം പ്രാർത്ഥന കേൾക്കുന്ന യേശു. കൃപാസന മാതാവിനും ഈശോയ്ക്കും വളരെ നന്ദി പറയുന്നു. എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 ജനുവരിയിലാണ്. എൻ്റെ ചാച്ചന് ഒരു അറ്റാക്ക് വന്നതിലൂടെയാണ് ഞാൻ ഉടമ്പടിയിലേക്ക് കടന്നു വന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ ഡെലിവറിക്ക് ശേഷം ഒരു 8 മാസത്തോളം ജോലിയൊന്നും ഇല്ലാതെ ഇരുന്നിരുന്നു. ഞാൻ ബിഫാം കഴിഞ്ഞ് ഫാർമസിസ്റ്റായിട്ട് ഒരു റീറ്റെയിൽ ഫാർമസിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അതിനുശേഷം അവിടുന്ന് റിസൈൻ ചെയ്തു. ജോലിയൊന്നുമില്ലാതെ വളരെ ബുദ്ധിമുട്ട് നിൽക്കുമായിരുന്നു. ഈ 8 മാസത്തിനിടയിൽ ഞാൻ ഒരുപാട് CV ഒക്കെ മെയിലിലൂടെ അയച്ചു. ഒരു റിപ്ലൈയും വന്നില്ല. അതിനുശേഷം പിന്നെ ഒരുപാട് സ്ഥലത്ത് നടന്ന് CV കൊടുത്തു. എന്നിട്ട് എവിടുന്ന് എന്നെ വിളിച്ചില്ല. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ വന്നിട്ട് എനിക്കൊരു ജോലി, നല്ലൊരു ജോലി കിട്ടുമായിരുന്നെങ്കിൽ സാക്ഷ്യം പറയുമെന്ന്. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ വിളിച്ചു. ജനുവരി 20-ാം തീയതി ആയിരുന്നു അതിൻ്റെ ഇൻ്റർവ്യൂ. ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും അവിടെ 10-25 ആൾക്കാർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ടെൻഷനായി. കാരണം ആകെ എന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചുള്ളൂ. അവിടെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ
എനിക്ക് വളരെയധികം സങ്കടമായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരുന്നു. ഞാൻ അവിടെ നിന്ന് പരിചയപ്പെട്ട 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ ഇൻ്റർവ്യൂ വിളിച്ചു. ആളുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ആൾ യാത്ര പറയാൻ വേണ്ടി ഞങ്ങളുടെ അടുത്ത് വന്നു. ആ സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പം ആൾ ഞങ്ങളോട് യാത്ര പറയാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ വെറുതെ ചോദിച്ചു ഇങ്ങനെ ഏതൊക്കെ കാറ്റഗറിയിലുള്ള ക്വസ്റ്റ്യൻസാണ് അവർ ചോദിക്കുന്നതെന്ന്. അപ്പോൾ ആൾ ഇന്ന കാറ്റഗറിയിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് ആൾ പോയി. അതിനുശേഷം ഞങ്ങൾ അവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അണ്ടറിലുള്ള ആ കാറ്റഗറിയിൽ അണ്ടറിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഞങ്ങൾ നോക്കി, ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. അതിനുശേഷം എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നല്ല ടെൻഷനിലാണ് കയറിയത്. ഇൻ്റർവ്യൂവർ എന്നെ അവിടെ ഇരിക്കാൻ പറഞ്ഞു. അതിനുശേഷം എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഞാൻ പഠിച്ച ആ കാറ്റഗറിയിലുള്ള അണ്ടറിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ആളെന്നോട് ചോദിച്ചുള്ളൂ. പിന്നെ എന്നോട് എല്ലാം ചോദിച്ചത് എൻ്റെ ഫാമിലി മാറ്റേഴ്സൊക്കെ ആയിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു. എനിക്ക് അന്നേരം അതിനുശേഷം എനിക്ക് പിന്നെ ടെൻഷനൊന്നും തോന്നിയിട്ടില്ല. കാരണം മാതാവ് നോക്കിക്കൊള്ളൂ എന്നുള്ള എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു. 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു, അവരെന്നെ വിളിക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് അറിഞ്ഞത്. അപ്പം ഞാനൊരു ഫെബ്രുവരി 15 ഡേറ്റ് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം ഞാൻ 30 പ്രാവശ്യം എല്ലാ ദിവസവും എഴുതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി സാക്ഷ്യങ്ങൾ കേട്ടു, അത് ഷെയർ ചെയ്തു. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ വേണ്ടി പറ്റാത്ത കാരണം ഓൺലൈനിൽ കുർബാനയെല്ലാം അറ്റൻഡ് ചെയ്തു. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ കറക്റ്റ് ഫെബ്രുവരി 15-ാം തീയതി ആയപ്പോഴത്തേനും എനിക്ക് മെയിൽ കിട്ടി. എനിക്ക് അവരെ ഓഫർ ലെറ്റർ അയച്ചു തന്നു. അതിലും ഒരു ദൈവാനുഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ബിഫാം കഴിഞ്ഞതാണ്. ആ ഹോസ്പിറ്റലിൽ IP ഫാർമസിയിൽ കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ ഫാം D അല്ലെങ്കിൽ MFAM ഒക്കെ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ അവിടെ കിട്ടുള്ളൂ. പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അവിടെ അത്ഭുതം പ്രവർത്തിച്ചു. എനിക്ക് IP ഫാർമസിയിൽ ജോലി കിട്ടി. അങ്ങനെ മാതാവ് അത്രയും വലിയ അനുഗ്രഹം തന്നിട്ട് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് വീട് മാറേണ്ട ഒരു സാഹചര്യം വന്നു. എൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് വീട് നോക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഹസ്ബൻഡ് 1-2 മാസമായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് വീടൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങേണ്ട ദിവസമായി. ഇറങ്ങേണ്ട ദിവസം ഉച്ചയായി, വീട് കിട്ടിയിട്ടില്ല. വൈകിട്ടായി. ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാനുള്ള അവസ്ഥയായപ്പോഴത്തേനും ഞങ്ങളവിടെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാതാവിനോട് പ്രാർത്ഥിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേനും ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു വീടായെന്ന്. 3 റൂമും 2 ബാത്റൂമും ഒക്കെയുള്ള ഒരു ഫ്ലാറ്റ് ഞങ്ങൾക്ക് മാതാവിൻ്റെ മാധ്യസ്ഥം വഴി അനുഗ്രഹിച്ചു തന്നു. അതിനുശേഷം ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറി. അപ്പോഴേക്കും എൻ്റെ കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞ് എൻ്റെ അമ്മ അവിടെ നോക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ അമ്മയാണ് എനിക്ക് ഈ ഉപ്പും തൈലവും ഒക്കെ കൊണ്ടുവന്ന് തന്നത്. ഞങ്ങളുടെ ആൻറ്റി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അതുവഴിയിട്ടാണ് അമ്മയ്ക്ക് ഈ ഉടമ്പടി ഉപ്പും തൈലവും കിട്ടിയത്. അതാണ് എനിക്ക് കൊണ്ടുവന്ന് തന്നത് കുറച്ച്. അങ്ങനെ അമ്മ പോകാനായി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് ഒരു ആയനെ തപ്പേണ്ടി വന്നു കുഞ്ഞിനെ നോക്കാൻ വേണ്ടി. കാരണം ഞാൻ ഹസ്ബൻഡും ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഹസ്ബൻഡ് നേഴ്സാണ്, ആളും ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അബുദാബിയിലാണ് താമസിക്കുന്നത്. അപ്പം അവിടെ ഡേ കെയർ ഉണ്ട്. പക്ഷേ ചെറിയ കുഞ്ഞാണ്, 6 മാസമായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ വിടാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങൾ അയ്യനെ നോക്കുമായിരുന്നു. അങ്ങനെ ഞാനും മമ്മിയും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അന്ന് മുഴുവനും ഞങ്ങളിരുന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് അന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഞങ്ങൾക്കൊരു നമ്പർ തന്നു. ആ നമ്പറിൽ ഞങ്ങൾ ഒരു ചേച്ചീനെ കോൺടാക്റ്റ് ചെയ്തു. ഞങ്ങൾക്ക് ആ ചേച്ചിയായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞങ്ങൾ വെറുതെ വിളിക്കുകയാണ് ആ ചേച്ചീനെ. അങ്ങനെ ആ ചേച്ചീനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ ചേച്ചി ഞങ്ങളോട് വരാമെന്ന് സമ്മതിച്ചു. ഞങ്ങളോട് പ്രത്യേകിച്ച് ഒരു ഡിമാൻഡും പറഞ്ഞില്ല. ആ ആൾ മമ്മി പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ ആൾ ഞങ്ങൾക്ക് വരികയും ഇപ്പം എൻ്റെ 2ാമത്തെ കുഞ്ഞുമായി. ഇപ്പോഴും ആ ചേച്ചി തന്നെയാണ് വീട്ടിൽ ഞങ്ങളെ നോക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവർ കൊറോണ ടൈമിൽ ഒരുപാട് നേഴ്സിനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം
അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ലോങ് ടൈം കെയർ ആണ്. അപ്പോൾ അവിടെ ഒരുപാട് നേഴ്സ് കൂടുതലാണ്, അതായത് പേഷ്യൻസിനനുസരിച്ച് അവിടെ നേഴ്സുമാർ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ നേഴ്സിനെയൊക്കെ വേറെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിട്ടു, വേറെ വേറെ ഹോസ്പിറ്റലിലേക്ക് വിട്ടു, അവരുടെ തന്നെ ബ്രാഞ്ചിൽ. അപ്പം എൻ്റെ ഹസ്ബൻഡിനെയും വേറെ ഒരു ബ്രാഞ്ചിലേക്ക് വിട്ടു. അവിടെ ആളൊട്ടും കംഫർട്ടായിരുന്നില്ല, ഒരുപാട് ദൂരം ഉണ്ടായിരുന്നു യാത്ര ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ആളെ മാത്രം അവരുടെ ഇൻചാർജ് ഇടപെട്ട് പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്നു. ബാക്കി ആരെയും തിരിച്ചു കൊണ്ടുവന്നില്ല, ആളെ മാത്രം അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഞാൻ ഈ ഓൺലൈൻ ഉടമ്പടിയിൽ ആയിരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ഡെലിവറി. അവിടെ ശരിക്കും ഇൻഷുറൻസിൻ്റെ അണ്ടറിലാണ് മെഡിസിൻ തരുന്നതും സർജറീസും ഡെലിവറിയൊക്കെ നടക്കുന്നത്. ആ സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന ഇൻഷുറൻസ്, ഞാൻ ആ ഡെലിവറി അവിടെ അഡ്മിറ്റായി ഞാൻ ട്രിപ്പിട്ട് കിടക്കുന്ന ആ സമയത്ത് അവർ പറയുകയാണ് ഇൻഷുറൻസ് റിജക്റ്റായെന്ന്. ശരിക്കും ആ സമയത്ത് ടെൻഷനെ പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്തതായിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് പേടിയൊന്നും തോന്നിയില്ല. കാരണം ഞാൻ ഉടമ്പടി തൈലം ഉപ്പുമൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ആ ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ചു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ പ്രാർത്ഥിച്ചു. അങ്ങനെ രാവിലെ ഇപ്പോൾ ഒരു 10 മണിക്ക് ഞാൻ അഡ്മിറ്റ് ആയതാണ്. ഉച്ചയായിട്ടും അത് ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു ചോദിച്ചു, അവർ ഒന്നും നടപടിയായിട്ടില്ല, അവർക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ ഉച്ച കഴിഞ്ഞൊരു 2 മണിയൊക്കെ ആയപ്പോഴത്തേനും എങ്ങനെയാണെന്നറിയത്തില്ല, റിജക്ഷനൊക്കെ മാറ്റി അത് അപ്രൂവലായിട്ട് മാറി. അങ്ങനെ മാതാവ് അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും കൃപാസന മാതാവിനും നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങൾ ചെയ്യാറെന്ന് പറയുന്നത്, ഞങ്ങളുടെ ചെറുപുഴയിൽ അവിടെ വൃദ്ധസദനമുണ്ട്. ഞങ്ങളവിടെ എല്ലാ പ്രാവശ്യവും ഫുഡ് വാങ്ങിച്ച് നൽകാറുണ്ട് അവിടുത്തെ ആൾക്കാർക്ക്. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടുത്തെ സിസ്റ്റേഴ്സിനെ ചോദിച്ചിട്ട് അത് വാങ്ങി നൽകാറുണ്ട്. പിന്നെ ഞങ്ങൾ അബുദാബിയിൽ വർക്ക് ചെയ്യുന്നത് കാരണം ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരുപാട് പേര് ഞങ്ങളോട് അവിടെ വിസിറ്റിംഗ് വിസ വന്നതിന് ശേഷം ജോലി കണ്ടെത്തി തരാമോയെന്ന് ചോദിക്കുന്നുണ്ട്. അവരെല്ലാം ഞങ്ങൾ അവിടുന്ന് സഹായിക്കാറുണ്ട്. ജോലി കിട്ടുന്നിടം വരെ ഞങ്ങൾ അവർക്ക് എവിടേക്കെങ്കിലും യാത്ര ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ഉണ്ടെങ്കിലോ ഞങ്ങൾ സഹായിക്കാറുണ്ട്. പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കും, അത് ഷെയർ ചെയ്യും. അച്ഛൻ്റെ ടോക്സ് കേൾക്കും, അത് ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ചായി ഉടമ്പടിയിൽ നിന്ന് ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് കുറച്ച് ദൈവത്തിൽ നിന്ന് അകന്നു എന്ന് തോന്നിയപ്പോഴാണ് ഇപ്പോൾ തിരിച്ച് പിന്നെയും വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്ത് സാക്ഷ്യം പറയണമെങ്കിലും തീർത്ഥാടന ഉടമ്പടി ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് തീർത്ഥാടന ഉടമ്പടി ചെയ്ത് ഇനിയും ഈശോയുടെ മാതാവിനോടും കൂടെ ചേർന്ന് ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാതാവിനുള്ള അനുഗ്രഹം എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ മഹത്വം, യേശുവേ നന്ദി. എൻ്റെ പേര് അന്ന തോമസ്, ഇതെൻ്റെ ഭർത്താവ് തോമസ്. ഞങ്ങൾ പാലായിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ 2018 3-ാം മാസമാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം ഞാൻ 3 പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം ഇപ്പം സാക്ഷ്യം പറയാൻ ഈ പുണ്യപ്പട്ടി ആൾത്താരയിൽ ഈ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് എനിക്ക് സാക്ഷിയാകാൻ സാധിച്ചതിൽ അമ്മയ്ക്ക് നന്ദി പറയുക. ഒന്നാമതായി എൻ്റെ ഭർത്താവിന് അടിവയറ്റിലൊരു മുഴയുണ്ടായിരുന്നു. അപ്പം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം എനിക്കിപ്പം ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്കേ ഉള്ളതുകൊണ്ടും പിള്ളേരിവിടെ ഇല്ലാത്തതുകൊണ്ടും ഞാൻ ഓപ്പറേഷൻ ചെയ്യരുതേ അമ്മയെന്ന് മാതാവിൻ്റെ ഞാൻ ഉടമ്പടി പ്രാർത്ഥനയും ഉടമ്പടി ജീവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അമ്മയോടാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. അപ്പം അമ്മയത് ചെയ്യരുത്, എനിക്ക് അതൊക്കെ ചെയ്താൽ എനിക്ക് ഒറ്റയ്ക്കേ ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ സംസാരിച്ചിരുന്നപ്പോൾ സ്കാനിങ്ങിന് കയറ്റിയപ്പോൾ അത് മുഴ അമ്മ എടുത്ത് മാറ്റിയേക്കണേന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ മുഴ അവിടെ ഇല്ലെന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ അതൊന്ന് മാറി. പിന്നെ ഈ ഇടയ്ക്ക് പ്രഷർ കൂടിയപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പ്രഷർ കൂടുതലായിരുന്നു, നെഞ്ചിടിപ്പ് കുറയുന്നില്ലായിരുന്നു, നെഞ്ച് ഭയങ്കരമായിട്ട് ഇടിച്ചിടിച്ചിരുന്നു. 2 പ്രാവശ്യം ECG എടുത്തിട്ടും പ്രഷർ കൂടുതലാണ്, ഇതെന്ത് പറ്റി, ഭയങ്കരമായിട്ട് നെഞ്ചിടിക്കുന്നല്ലോ എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ 1 മണിക്കൂർ ഒബ്സർവേഷനിൽ പോയിരിക്കുക, എന്നിട്ട് അതിനൊന്നുകൂടെ ECG എടുക്കാമെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ അവിടെ ഒബ്സർവേഷനിൽ ഇരുന്നു. അത്രയും സമയം അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അമ്മ ഇനി എടുക്കുമ്പോൾ നെഞ്ചെടുപ്പ് കുറയണം, ECG എടുത്ത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇപ്പം എന്ത് പറ്റി, നന്നായിട്ട് കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും മാതാവ് മാറ്റി തന്നതാണ്. പിന്നെ ഞങ്ങൾക്കൊരു വീട് വിൽക്കാൻ ആഗ്രഹിച്ചു. ഞങ്ങൾ താമസിച്ച വീടാണ്, കുറച്ച് കടബാധ്യതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വിറ്റാലേ സാധിക്കൂ. അപ്പം പൈസയ്ക്ക് ഉള്ള ആവശ്യങ്ങൾ കൊണ്ട് തന്നെ വിൽക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് 5 വർഷമായിട്ടും അത് വിൽക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഓരോരുത്തർ പോകുന്നതല്ലാതെ പിന്നെ ആരും വരത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാനിവിടെ ജോസഫച്ചൻ്റെ എല്ലാ ചൊവ്വാഴ്ചയുള്ള പ്രാർത്ഥന ഞാൻ കൂടും. അത് കൂടിയാലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിക്കും. അച്ഛനല്ലേ അത് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് നല്ല വ്യക്തമായി, നല്ലതായിട്ട് ശ്രദ്ധിച്ച് അതിൽ തന്നെ ശ്രദ്ധിച്ച് കൂടുമ്പോൾ എല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പം ഞാൻ അച്ഛൻ പറഞ്ഞു ഉപ്പ് നിങ്ങളുടെ വീട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നുള്ളവർ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഉപ്പെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പെരയുടെ 4 മൂലയ്ക്ക് വിടണമെന്ന് ഇങ്ങനെ അച്ഛൻ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അതുപോലെ തന്നെ ചെയ്ത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി പേര് വന്നു. പിന്നെ വന്ന ഒരു കൂട്ടർക്ക് ഞങ്ങളുടെ വീട് തന്നെ മതി, നിങ്ങളുടെ വീട്ടിൽ കയറിയിട്ട് ഭയങ്കര ഒരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞങ്ങൾക്ക് കാണുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വീട് മതിയെന്നും പറഞ്ഞ് ഒരു കൂട്ടർ എടുത്ത് അങ്ങനെ ഞങ്ങളത് വിറ്റതിന് ശേഷം ഞങ്ങളൊരു വീട് വാങ്ങിക്കാൻ ആഗ്രഹിച്ചിട്ട് പെട്ടെന്നൊന്നും നടന്നില്ല. അത് പോയി കാണുന്നിടത്തൊന്നും ഞങ്ങൾക്ക് അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയാണ് വീട് എനിക്ക് വിപ്പിച്ചൊക്കെ തന്നത്, അമ്മ തന്നെ എനിക്കൊരു വീട് തരണമെന്ന്. അങ്ങനെ അമ്മ തന്നെ എനിക്ക് നല്ലതായിട്ട് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ 2-3 പ്രാവശ്യം വീട് വാങ്ങിക്കുകയൊക്കെ ചെയ്തെങ്കിൽ ഞങ്ങൾക്ക് അതുപോലെ ഒരു ഭവനം കിട്ടിയിട്ടില്ല. ഞാൻ വീട് കണ്ടപ്പോൾ അമ്മ തന്നെ പറയുക ഞാനായി വീട്ടിലോട്ട് കയറി പോകുന്നതെന്ന് പറഞ്ഞ്. അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഞാൻ ചുറ്റോടിയിട്ട് നോക്കിയിട്ട് അമ്മേനെ കാണുന്നില്ല. അപ്പം ഞാൻ വിശ്വസിച്ച് എനിക്ക് ആ വീട് മതിയെന്ന് പറഞ്ഞ് അങ്ങനെ മേടിച്ചൊരു നല്ലൊരു മനോഹരമായിട്ടൊരു ഭവനം അമ്മ തന്നു. പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം ഏറ്റവും കൂടുതലായിട്ട് ഞാൻ ചെയ്യുന്നത് പത്രം എല്ലായിടത്തും കൊണ്ടുവന്ന് ഞാൻ കൊടുക്കും. ആശുപത്രി, ക്യാൻസർ രോഗികൾ കിടക്കണം ആശുപത്രിയിലൊക്കെ കൊടുക്കും. പിന്നെ എനിക്ക് അങ്ങനെ പത്രം കൊടുക്കാൻ നാണക്കേടൊന്നുമില്ല. എല്ലാ റോഡിൽ ഉള്ള ഓട്ടോക്കാർക്കും റോഡിൽ കൂടി പോകുന്ന ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്കെല്ലാം പത്രത്തെക്കുറിച്ച് നല്ലത് തന്നെ പറഞ്ഞ് ഞാൻ കൊടുക്കും. അപ്പം ചിലവരൊക്കെ നമ്മളെ കളിയാക്കിയാലും ഒന്നും സാരമില്ല. എനിക്ക് ആ കളിയാക്കുമ്പോഴൊക്കെ സന്തോഷമേ ഉള്ളൂ. കാര്യം അതൊക്കെ ഈശോയും മാതാവൊക്കെ അനുഭവിച്ചതല്ലേ. അപ്പം നമ്മളും അതൊക്കെ കുറച്ചൊക്കെ അനുഭവിക്കണമല്ലോ. അതുകൊണ്ട് സാരമില്ലെന്നോർത്ത് എനിക്ക് ആ പത്രം കൊടുത്താണ് എല്ലാ കാര്യവും. അമ്മ വിളിക്കുമ്പോൾ വിളിയേക്കുന്നേ, പത്രം കൊടുക്കണം. അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ പ്രാർത്ഥന കൂടണം. അതിലൂടെ എല്ലാം നടക്കും. ഒരു കാര്യവും നമ്മളെ നടക്കാതിരിക്കത്തില്ല. പിന്നെ നമുക്കും ബുദ്ധിവേദനകളൊക്കെ ഉണ്ടാവും. അത് ദൈവം എല്ലാം ഒന്നും മാറത്തില്ലെന്ന് അച്ഛൻ ആരാധന പറയുന്നുണ്ടല്ലോ, അതുപോലെയാ. എന്നാലും ദൈവത്തോട് സ്നേഹിച്ച് ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ ഉറച്ച് നിന്ന് ദൈവത്തോടുള്ള സ്നേഹമാണ് ഉടമ്പടിയെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഉടമ്പടി ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് എൻ്റെ കാര്യം സാധിക്കാനല്ല. എൻ്റെ ഈശോയോടുള്ള സ്നേഹം, എൻ്റെ അമ്മയോടുള്ള സ്നേഹം, അതെൻ്റെ മരണം വരെ ഈ ഉടമ്പടി ഞാൻ ചെയ്ത് എപ്പോഴും ബൈബിൾ വായിക്കാൻ പറ്റും. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ ഓർക്കും അതൊക്കെ ചെയ്യണമല്ലോ എന്നോർത്ത് നമുക്കൊരു ഉത്സാഹം തോന്നും. അങ്ങനെ ഇപ്പം പ്രായമൊന്നും അതിനൊരു തടസ്സമൊന്നുമില്ല. എല്ലാ പ്രായത്തിലും നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയോട് ചേർന്നിരിക്കാം. നമ്മുടെ മക്കളോ നമ്മുടെ ഭർത്താവോ ഒന്നുമല്ല, ഈശോ നമ്മളെ സ്നേഹിച്ച് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അതാണ് എനിക്ക് ഉടമ്പടിയോട് ഭയങ്കര സ്നേഹം. ഇത്രയും കാര്യങ്ങൾ എൻ്റെ മാതാവ്. പിന്നെ 1 വർഷത്തോളം എനിക്ക് പിസ്റ്റുല വന്ന് ഞാൻ വേദന അനുഭവിച്ച് ചോരയും പഴുപ്പും ഒക്കെയുടെ 1 വർഷത്തോളം ഞാൻ അനുഭവിച്ച്. ഒരു മരുന്ന് ഞാൻ വാങ്ങിക്കാൻ പോയില്ല. മരുന്ന് വാങ്ങിക്കാമെന്നൊക്കെ എന്നോട് പലരും പറഞ്ഞെങ്കിലും ഞാൻ പോയില്ല. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈലമാണ് ഉപയോഗിച്ചത്. 1 വർഷം വരെ അത് ഞാൻ വേദന അനുഭവിച്ച് നടന്ന്. അമ്മേ എനിക്കിത് മാറ്റിത്തരണേന്നും പറഞ്ഞാൽ ഞാൻ ആ പത്രവും കൊണ്ടും നടക്കുമ്പോഴും ഒക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നേ. ആ പത്രം കൊടുക്കാൻ തന്നെ വലിയൊരു അനുഗ്രഹവും അത്ഭുതവും തന്നെയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഉടമ്പടി തൈലം പുരട്ടിയതിന് ശേഷം പിന്നെ എനിക്ക് ഇന്ന് വരെ അത് വന്നിട്ടുമില്ല. അത് മാറി.
അതുപോലെ അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇങ്ങനെ ഇപ്പം 3-ാമത്തെ പ്രാവശ്യവും ഇവിടെ ഈ പുണ്യപ്പെട്ട ആൾക്കാരെ എനിക്ക് സാക്ഷ്യം പറയാൻ കിട്ടിയ ഈ അവസരം ഞാൻ ഒത്തിരി 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 നന്ദി പറഞ്ഞാൽ തീരുന്നതല്ല. എങ്കിലും ഈ നന്ദിയെങ്കിലും നമ്മൾ പറയാതിരുന്നാൽ അത് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ഇഷ്ടക്കേടല്ലേ. ദൈവം നമുക്ക് ഒന്നും സാധിച്ചു തരത്തില്ല. അപ്പോൾ നമ്മൾ നന്ദി പറയണം. പറയാൻ മടിക്കുകയൊന്നും വേണ്ട, പറയാം. യേശുവെ നന്ദി, യേശുവെ മഹത്വം, യേശുവെ ആരാധന.